ഹസ്ബൻഡ് അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ അമ്മയും ഈ 2 കുഞ്ഞുങ്ങളും എങ്ങനെ മരിച്ചു എന്നാണ് കരുതുന്നത്? ആത്മഹത്യ ചെയ്തതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതിനകത്ത് പല സംശയങ്ങളും ഉണ്ട്. മുമ്പേ ഒരു പോക്സോ കേസ് ഭർത്താവിൻ്റെ അച്ഛൻ്റെ പേരിലുണ്ടായിരുന്നു. ഛർദി, വല്ലാതെ വയറുവേദന എടുക്കുന്നു, പിന്നെ അങ്ങനെയെല്ലാം ഉണ്ടായി. പിന്നെ ഞാൻ കരുതി എന്തെങ്കിലും ഫുഡിൻ്റെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞ് ഈ സ്വകാര്യ ഭാഗത്തെല്ലാം നീറ്റിലുണ്ട്, പുകയുന്നു. പിന്നെ സോപ്പ് തേച്ച് കുളിപ്പിക്കാൻ സമ്മതിക്കൂല കുഞ്ഞിനെ. കുഞ്ഞോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, മോളെ എന്താ നിന്റെ പ്രശ്നം, നിനക്ക് എന്തുകൊണ്ടാന്ന് അവിടെ വേദന, പിന്നെ നീ കൈകൊണ്ടെങ്ങാനും ചൊറിഞ്ഞിനാ, അങ്ങനെ ചോദിച്ചു. നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മുറി പറ്റീനോ? ഞാൻ കരുതിയത് അങ്ങനെയാണ്, കുട്ടികളിങ്ങനെ ആക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കുഞ്ഞ് പറഞ്ഞു അച്ചാച്ചൻ ഇങ്ങനെ ഉറങ്ങുമ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗത്ത് നീര് വെച്ചതായിട്ടും പിന്നെ ശരീരഭാഗങ്ങളിലെല്ലാം ഓരോ ഇങ്ങനെ മാർക്ക് കാണുന്നതായിട്ടും ഉണ്ട്. ഭയങ്കര ട്രോമയായി കുഞ്ഞിക്ക്. ഇങ്ങനെ ഭയങ്കര എന്ത് കാണുമ്പോഴും പേടി, പിന്നെ വലിയ ഒച്ച വരുമ്പോൾ പേടി, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കുഞ്ഞ് വന്നു. അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നുള്ളത് ഈ ഭർത്താവിൻ്റെ അച്ഛൻ മനസ്സിലാക്കി. അപ്പം എന്നെ എപ്പോഴും ഭീഷണിയാണ്, ഇതാരോടും പറഞ്ഞാൽ കൊന്നുകളയും, കുഞ്ഞിനും നിന്നെയും കൊന്നുകളയും, എപ്പോഴും ഭീഷണിയാണ്. ഭർത്താവും ഞാനും അടിയാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇയാൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്കൊന്നും ഭർത്താവിൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഭർത്താവ് നല്ലോണം ഉപദ്രവിച്ചു, കൈയൊക്കെ അടിച്ച് ശരിയാക്കി, മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായി. നീ ഇത് പുറം ലോകം പറഞ്ഞാൽ ഇത് ഏത് രീതിയിലാണ്, നിന്നെ ഏത് രീതിയിലാണ് അറിയപ്പെടുന്നതെന്നും ഈ സംഭവം ഏത് രീതിയിൽ അറിയപ്പെടുന്നതെന്നും ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിനക്ക് ആരില്ലതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഈ കേരളം ഒന്നാകെ എനിക്കുണ്ടാവും, എൻ്റെ കൂടെ ഉണ്ടാവും, നിന്റെ കൂടെ ആരുണ്ടാവലെന്ന് നമുക്ക് കാണാമെന്നാണ് ഭീഷണി ഉണ്ടായി. ഭർത്താവിൻ്റെ അച്ഛൻ പറഞ്ഞു, ഇവളിങ്ങനെ മോളെന്തല്ലോ പറഞ്ഞ് പഠിപ്പിക്കുന്നെല്ലുണ്ട്, എൻ്റെ തലയിലിടണം, അതായത് എനിക്ക് മാനസിക എന്നുള്ള തരത്തിലേക്ക് അത് വരണം. പിന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവരൊക്കെ വലിച്ചഴിച്ച് എന്നെ അടിച്ചു, ഇവരെല്ലാം കൂടിയിട്ട്. പിന്നെ നിനക്ക് പ്രാന്താന്ന്, കുഞ്ഞാളി കൊണ്ട് മരിക്കാൻ പോയി എന്നുള്ള തരത്തിലേക്ക് വന്നു. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ഒരു ഡോക്ടറും ഒരു നഴ്സും ഉണ്ടായിരുന്നു. കുഞ്ഞിനെ പരിശോധിച്ചപ്പം ഇത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് ഡോക്ടർ പോലീസിനെ വിളിച്ചിട്ട് പോലീസുകാർ വന്ന് ലേബർ റൂമിൽ നിന്ന് കുട്ടിയുടെ മൊഴിയെടുത്തു. കുട്ടിയുടെ മൊഴീൻ്റെ പ്രകാരമാണ് ഈ കേസ് വന്നത്, ഞാൻ കൊടുത്ത കേസല്ല ശരിക്കും. പിന്നെ ഈ കോടതിയിൽ നിന്ന് എല്ലാ ശനിയാഴ്ചയും മക്കളെ കാണാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു കോടതി. പയ്യന്നൂർ മാളിൽ വെച്ചിട്ടോ ഗാന്ധി പാർക്കിൽ വെച്ചിട്ട് അനുവാദം കൊടുത്തത്. പക്ഷെ എല്ലാ ശനിയാഴ്ചയും അമ്മേന്റെ വീടായ കാങ്കോലിൽ കൂട്ടിയിട്ട് പോവുക ചെയ്യുക മക്കളെ. അവിടെ ഈ പോക്സോ കേസിലെ പ്രതിയും അവിടെ ഉണ്ടാവും. കുട്ടീനെ മടിയിൽ ഇരുത്തി കൊടുക്കുക, ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക. അച്ചാച്ചൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, പിന്നെ മോളെ ചെയ്യില്ല, മോളെന്തായാലും വീട്ടിലേക്ക് വരണം എന്നുള്ള തരത്തിലേക്ക് കുഞ്ഞിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം അന്നേ തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പം ഭർത്താവ് വന്നപാട് എന്നെ അടിക്കുകയും കഴുത്തിന് പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു, എന്നെ ഉപദ്രവിച്ചു. നീ എന്താ എൻ്റെ കുഞ്ഞിന് ചെയ്തത്, നിനക്ക് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള വർത്താനം പറയും. കൈമുറിഞ്ഞിട്ട് കുഞ്ഞിനെ കൂട്ടിയിട്ട് പോയ സമയത്ത് 10-40 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം, അത് കണ്ടിട്ടുണ്ടാവണം ഭർത്താവും അമ്മയും. അപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നാ. നമ്മൾ കരയിൽ നിർത്തിയതാണേ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇയാൾ ജാമ്യം പോലീസുകാർ എനിക്ക് എതിരായിട്ടും അവർക്ക് അനുകൂലമായിട്ടും പ്രതിക്ക് അനുകൂലമായിട്ടുമുള്ള റിപ്പോർട്ട് എഴുതി കൊടുത്തു. അവര് ഒരു പക്ഷേ ഞാൻ കൊടുത്ത പരാതിന്മേലൊരു ഇത് സ്വീകരിക്കുകയും അയാളെ ജാമ്യം ക്യാൻസൽ ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഗതി വരട്ടിയില്ലായിരുന്നു എൻ്റെ കുഞ്ഞക്ക്. എൻ്റെ കുഞ്ഞുങ്ങളും ഭർത്താവും ഇപ്പോഴും ജീവനോടെ ഉണ്ടാവട്ടെ. ഭർത്താവിൻ്റെ അച്ഛൻ കുട്ടികളെ നെഞ്ചത്ത് വെച്ച് ദഹിപ്പിക്കണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും എൻ്റെ ചിതാഭസ്മം എൻ്റെ മക്കളുടെ കൂടെ കുഴിച്ചിടണം എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് അവസാനത്തെ ആഗ്രഹമായിട്ട് അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത് നാട്ടുകാരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഒന്നിക്കൽ ചില സമയം പോസ്റ്റ്മോർട്ടം തിരുത്തിയിട്ട് കുട്ടികളെ ബോഡി പിന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് റീപോസ്റ്റ്മോർട്ടത്തിനുള്ളൊരു സാധ്യത ഇല്ലാതാക്കുക, അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുക എന്നുള്ള തരത്തിലേക്ക് അങ്ങനെ ആയിരിക്കാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കണ്ടിട്ടില്ല, എന്താണെന്ന് അതിൽ എഴുതിയിട്ടില്ലതൊന്നും അറിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടാവുമായിരിക്കും, തെളിവ് നശിപ്പിക്കുക എന്നുള്ള പ്രധാന കാരണം. കണ്ടിട്ടുണ്ട്. പ്രധാന കാരണം ഭാര്യ എൻ്റെ മാനസിക പീഡനം മൂലമാണ്.
പിന്നെ എൻ്റെ അമ്മേൻ്റെ പേരുണ്ട്, എൻ്റെ അനിയൻ്റെ പേരുണ്ട്, എൻ്റെ പേരുണ്ട്. ആ ആത്മഹത്യക്കുറിപ്പ് കണ്ടതിന് ശേഷമാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. ഫുള്ള് മുന്നേ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഭർത്താവ് കാറ്ററിംഗ് ആണല്ലോ, അപ്പോൾ ഒരുപാട് വരുന്ന നല്ല ഫുഡാണ് ഉണ്ടാക്കുക. അപ്പോൾ ഒരുപാട് ഓർഡേഴ്സൊക്കെ വരുന്ന, അപ്പോൾ അത് മുന്നേ തന്നെ ആ ഓർഡേഴ്സ് എല്ലാം മറ്റൊരാൾക്ക് കൈമാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി സി കെ വിജയൻ ചേരുന്നുണ്ട്. സി കെ വിജയൻ, വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഈ സ്ത്രീ പറയുന്നത് പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേസിൽ പ്രതിയായ ആളിൻ്റെ പേരോ ചിത്രമോ വിവരങ്ങളോ നൽകുന്നതിന് പരിധിയുണ്ട്. കാരണം ഇത് വെളിപ്പെടുത്തിയ സ്ത്രീയിലേക്കോ കുടുംബത്തിലേക്കോ ആ കുഞ്ഞുങ്ങളുടെ വിവരങ്ങളിലേക്കോ ഒന്നും ആരും എത്താതിരിക്കുക എന്നത് നമ്മുടെ ധാർമ്മികതയായതുകൊണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്താണ് നമുക്ക് ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്? ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിലപ്പുറത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ തകർന്നു പോകുന്ന ചില അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില നിമിഷങ്ങളുണ്ട്. ആ സമയമാണ് കഴിഞ്ഞ ദിവസം ഞാനും അനുഭവിച്ചത്. കാരണം ഇവർ പറയുന്ന ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ചെറിയൊരു പശ്ചാത്തലം നമുക്ക് അതിന് പറയേണ്ടതുണ്ട്. അതായത് 2025 ഡിസംബർ 22-ാം തീയതി കണ്ണൂർ പയ്യന്നൂർ രാമന്തളിയിലെ ഒരു വീട്ടിൽ 4 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. 2 കുഞ്ഞിൻ്റെയും, ഒരു 6 വയസ്സുകാരിയുടെയും ഒരു 1.25 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെയും പിന്നെ ഒരു അമ്മയുടെയും അവരുടെ മകൻ്റെയും. ഇതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനപരമായ കാര്യം. എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഈ യുവതി വെളിപ്പെടുത്തുന്നതിലേക്ക് കാര്യം. ഈ 2 കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് 6 വയസ്സുകാരിയും ഈ 1.25 വയസ്സുമുള്ളത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ യുവതിയുടെ മക്കളാണ്. അതിൽ ഈ 6 വയസ്സുകാരിയെ അവരുടെ അച്ചാച്ചൻ, അതായത് അന്ന് മരിച്ച ആ യുവാവിൻ്റെ അച്ഛൻ ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. പക്ഷേ ആ വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു. ആ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അവരെ ഈ ഭർത്താവിൻ്റെ അച്ഛൻ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ച് അടിക്കുന്നു, ചവിട്ടുന്നു. ഈ വാർത്ത ഇപ്പോൾ കൊടുക്കാനുണ്ടായ സാഹചര്യം, ആ മനുഷ്യൻ, നമ്മൾ അയാളുടെ പേര് പറയുന്നില്ല, ആ മനുഷ്യൻ ആ നാട്ടിൽ അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകൻ, രാഷ്ട്രീയ ബന്ധമൊക്കെ ഉള്ളയാളാണ്. 15 വയസ്സുള്ള ഒരു കുട്ടിയെ, സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ജയിലിലാണ്. അത്തരത്തിൽ പീഡിയോഫിലിക്കായ ഒരു മനുഷ്യൻ അയാളുടെ മകൻ്റെ മകളെ, 6 വയസ്സുകാരിയെ നിരന്തരമായി പീഡിപ്പിക്കുകയും ആ പീഡന വിവരം തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് മകനും ഭാര്യയും അന്ന് മരിക്കുന്നത് എന്നുമാണ് ഈ വാർത്തയുടെ ഒരു പശ്ചാത്തലം. ഇനി ഈ യുവതി പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അവർ പറയുന്നത് തന്നെ ഈ കുട്ടി എങ്ങനെയാണ് പീഡിക്കപ്പെട്ടത് എന്ന് മനസ്സിലാവുന്നത് ഒരു ദിവസം ഈ കുട്ടിയെ കുളിപ്പിക്കുമ്പോഴാണ്. ഈ കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ കുട്ടിയുടെ രഹസ്യഭാഗങ്ങളിൽ സോപ്പും മറ്റോ ആകുമ്പോഴേക്ക് പുകച്ചലും നീറ്റലും അനുഭവപ്പെടുന്നു. അതിനുശേഷം ആ കുട്ടിയോട് ഈ അമ്മ ചോദിക്കുമ്പോൾ ഈ കുട്ടി കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ്. പിന്നീട് ഈ വിവരം അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടും ആൾക്കാരോടൊക്കെ പറയുമ്പോൾ മുഴുവൻ അത് നുണയാണ്, താൻ ഈ കുട്ടിയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണ്, മാനിപ്പുലേറ്റഡ് ആണ്, ഈ ഭർത്താവിൻ്റെ വീട്ടുകാരോടുള്ള ദേഷ്യം കൊണ്ടാണ് ഈ യുവതി മനോരോഗിയാണ് എന്ന് പറഞ്ഞവരെ അവർ ചിത്രീകരിക്കുന്നു. അതോടുകൂടി ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വഴിയുമില്ലാതെ നിസ്സഹായായി പോയ ഒരു യുവതിയാണിപ്പോൾ നമ്മൾ കണ്ടത്. പിന്നീട് അവർ ഇതിനുവേണ്ടി നടത്തിയ പോരാട്ടങ്ങളിൽ ഓരോ സമയത്തും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ അവഗണന നേരിടുന്നു. അവർ എവിടെയൊക്കെ ചെന്നു കഴിഞ്ഞാലും അവർക്കെതിരെ ഈ വീട്ടിൽ നിന്ന് പുറത്തു കടക്കാതിരിക്കാൻ ബന്ധുക്കളും മറ്റും ഉപരോധം ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഈ കുട്ടിയെയും കൂട്ടി ഒരു ദിവസം ഇവർ പയ്യന്നൂരുള്ള ഒരു സഹകരണ ആശുപത്രിയിലെത്തുന്നു. ആ കുട്ടിയെ അവിടെ നിന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് അവിടെ നടത്തിയ വൈദ്യപരിശോധനയിൽ ഈ കുട്ടി പറഞ്ഞതും ഈ അമ്മ പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നു. അവിടുത്തെ ലേബർ റൂമിൽ വെച്ച് പരിശോധന നടത്തുന്നു. ആ പരിശോധനയിൽ കുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തുന്നു. അതിനുശേഷം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ ഈ കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ ഈ പ്രതിയെ, അതായത് അച്ചാച്ചൻ്റെ ഈ കുഞ്ഞുമകളുടെ അച്ചാച്ചനെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും തന്നെ പോലീസ് ചെയ്യുന്നില്ല. അയാളെ ഈ സ്ത്രീ പറയുന്നതും കുട്ടി പറയുന്നതും നുണയാണെന്ന് വരുത്തി തീർക്കാനുള്ള കളികളായിരുന്നു പിന്നീടെല്ലാം. അതിനയാൾ തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നു, മറ്റ് സാംസ്കാരിക രംഗത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, എല്ലാം ഉപയോഗിക്കുന്നു. പകരം ഈ യുവതിക്ക് ഭ്രാന്താണ്, മനോരോഗിയാണ് എന്ന് ചിത്രീകരിക്കുന്നു. അങ്ങനെ ഈ കുട്ടി വീണ്ടും ഇതിനുള്ള ശ്രമം നടത്തുന്നു. ആ ശ്രമം നടത്തി ഈ കുട്ടിയെ സ്വന്തം കയ്യിലേക്ക് കൊണ്ടിരുന്നു. പിന്നീട് ഈ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും വീട്ടിലേക്കല്ലാതെ സ്വന്തം വീട്ടിലേക്ക് കുട്ടികളെയും കൂട്ടി വരുന്നു. എന്നിട്ടും
അവിടെ വെച്ചും ഈ കുട്ടിയെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഭർത്താവ് കൂട്ടിക്കൊണ്ടുപോയി ഇതേ പ്രതി താമസിപ്പിക്കുന്ന വീട്ടിൽ 40 ദിവസം കഴിയുന്നു. ഒരു പോക്സോ കേസിലെ പ്രതി താമസിക്കുന്ന വീട്ടിൽ ഈ ഇരയായ പെൺകുട്ടി ഈ 6 വയസ്സുകാരിയെ 40 ദിവസത്തോളം പിന്നെയും താമസിപ്പിക്കുന്നു. ഈ വിവരം പോലീസിൽ പറഞ്ഞിട്ട് പോലീസ് പോലും പയ്യന്നൂരിലെ പോലീസ് ഒരു ചെറുവിരൽ അനക്കുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ പോയില്ല. പകരം ഈ പരാതി പറയാൻ പോയ ഈ യുവതിക്കെതിരെ പോലീസ് കേസെടുക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ദിവസം തിരിച്ചു കൊണ്ടാക്കാമെന്ന് പറഞ്ഞ ദിവസം അതിന് തലേ ദിവസം ഈ കുട്ടിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടു കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഭർത്താവ് സ്കൂൾ അയക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി സ്കൂളിൽ അയക്കാതെ വീട്ടിൽ നിർത്തുകയും ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുകയും ഭക്ഷണം വാങ്ങിക്കുന്നതിൻ്റെ കൂടെ താൻ വിഷം കൂടി വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ ഇവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് ഈ യുവതിയോട് ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷം അങ്ങനെ ചെയ്യരുത് എന്ന് ഇവർ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടണം എന്ന് പറയുന്നു. അത് സമ്മതിച്ചില്ല. പിന്നെ അടുത്ത ദിവസം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 2025 ഡിസംബർ 22-ാം തീയതി നിരന്തരം ഈ യുവതി ഈ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമൊക്കെ ഭർത്താവ് ഫോൺ എടുത്തു, പിന്നീട് ഫോൺ എടുത്തില്ല. ഭയപ്പെട്ട് അവർ നേരെ പോലീസിൽ വിളിക്കുന്നു. പോലീസ് മാങ്ങാട്ട് പറമ്പിലുള്ള അവരുടെ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ വിളിക്കുന്നു. ആ ഓഫീസിൽ നിന്ന് ഒരു പിങ്ക് പോലീസിനെ ഈ വീട്ടിലേക്ക് അയക്കുന്നു. പിങ്ക് പോലീസ് അവിടെ ചെന്ന് കുറേ നേരം നോക്കി, ഫോൺ റിങ് ചെയ്യുന്നു, എടുക്കുന്നില്ല എന്ന പരാതിയുമായി തിരിച്ചു വരുന്നു. ആ സമയത്ത് ഏതെങ്കിലും രീതിയിലൊരു പോലീസ് ആക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു എന്നാണ് ഈ യുവതി പറയുന്നത്. ഇത്രമാത്രം ഒരു സ്ത്രീക്ക് കേരളത്തിലെ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വിചിത്രമായി തോന്നുന്നു, അങ്ങേയറ്റത്തെ വേദനാജനകമായി തോന്നുന്നു. വിജയൻ, 1ഉം 2ഉമല്ല, മരണം 4ആണ് സംഭവിച്ചത്. ഇതിന് പിന്നിൽ എന്താണെന്ന് അന്വേഷിക്കുന്നതൊക്കെ പോട്ടെ, അന്നിത് പറഞ്ഞിട്ട് പിങ്ക് പോലീസിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അവിടെ വരെ എത്തി ഫോൺ ചെയ്ത് നോക്കി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരാനാണെങ്കിൽ ഇവർക്ക് എന്തിനാണ് പോലീസ് എന്ന ഒരു ഔദ്യോഗിക പദവി ഉള്ളത്? ഇവർക്ക് എന്ത് കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനിവർ ഒരല്പം പോലും ശ്രമിച്ചില്ല എന്നതാണ്. CK വിജയൻ പറഞ്ഞതുപോലെ ആ കുഞ്ഞുങ്ങളെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് അതും ഉണ്ടായില്ല. തുടർന്നും ഇവർക്ക് നീതി ലഭ്യമാകുന്നില്ല എന്നതാണ്, അല്ലേ? തീർച്ചയായും അതെ. കാരണം ഈ പോലീസ് ഇതിൽ ഈ പെൺകുട്ടിയെ അയാളുടെ വീട്ടിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല എന്നത് ആ നിയമത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി ബോധ്യമുള്ള ഒരാൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അപ്പോൾ പോലും പോലീസ് ഈ പരാതി പറഞ്ഞ ഇനി ഇവരെ വാദത്തിന് വേണ്ടി എന്തൊക്കെ പറഞ്ഞാലും ശരി, പക്ഷേ ആ ഒരു കാര്യമുണ്ടല്ലോ, അങ്ങനെ ഒരു പെൺകുട്ടിയെ, പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒരു പ്രതിയുടെ വീട്ടിൽ 40 ദിവസത്തോളം താമസിപ്പിക്കുന്നു എന്ന് പറയുന്നത് അത്രമാത്രം ഈ അവഗണന നേരിട്ട, പീഡനം നേരിട്ട, അല്ലെങ്കിൽ വിഷമം നേരിടുന്ന ഒരു യുവതിയുടെ വാക്കുകളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അതിനെതിരെ പ്രതിരോധിക്കുമ്പോഴെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പോലും അടുത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ നമ്മൾ കേട്ടത് ഈ കുട്ടിയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. എങ്ങനെയാണ് ഒരു സമൂഹം ഇതുപോലെ പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. വളരെ വിചിത്രമായി തോന്നുന്നു. അത് പയ്യന്നൂർ പോലെ ഇത്രയധികം സാംസ്കാരികമായും സാമൂഹികമായും രാഷ്ട്രീയമായും എല്ലാം തന്നെ ഉന്നതിയിലെത്തിയ ഒരു നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രതിക്ക് പല രാഷ്ട്രീയ നേതാക്കളും നേതൃത്വവുമായി ബന്ധമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അവരോടൊക്കെ ഈ യുവതി പോയി പറയുന്നുണ്ട്, സഹായിക്കണം, സഹായ അഭ്യർത്ഥനയുമായി ചെല്ലുന്നുണ്ട്. ഇതാണ് കാര്യം, ഇത് ഗൗരവമേറിയ വിഷയമാണ്, എൻ്റെ ഒപ്പം നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ആരും നിന്നില്ല. അവസാനം പട്ടിണി വരെ കിടക്കേണ്ടി വന്നു സ്വന്തം വീട്ടിൽ ഈ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്ന് ജീവിക്കുന്നതിന് വേണ്ടി. അനുജൻ കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ പെൺകുട്ടിയെ, ഈ യുവതിയെ മനോരോഗിയായി ചിത്രീകരിച്ച് അവർ പറയുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നു. ഒരു ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞ ഒരു യുവതി അവിടെ വന്നൊരു കഥ ഈ യുവതി പറയുന്നുണ്ട്. ഒരു സ്ത്രീ വന്ന കഥ. അവരാരാണെന്ന് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞില്ല. ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. അവസാനം ഈ പെൺകുട്ടിയെ, ഈ 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി കുറേ നേരം സംസാരിച്ചു. അതിനുശേഷം പുറത്തിറങ്ങാൻ പോലും പേടിയായ ഒരു പെൺകുട്ടിയായിരുന്നു ഈ 6 വയസ്സുകാരിയുടെ അവസ്ഥ. അത്രമാത്രം ഈ സ്ത്രീ ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞ് അകത്ത് പോയി ചെന്ന് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ആ ട്രോമയിൽ നിന്ന് മാറാൻ ദിവസങ്ങളെടുത്തു എന്നാണ് ഈ യുവതി പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ഭർത്താവിന്റെ കഴിയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുമായും നേതാക്കന്മാരുമായും ഒക്കെ ബന്ധമുള്ള കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഇയാൾക്ക് അത്രയേറെ പിന്തുണ ചുറ്റുപാട് നിന്നും ഉണ്ട് എന്നാണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഏതോ ഒരാൾ വന്ന് ഈ 6 വയസ്സുകാരിയായ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇത്തരത്തിൽ മാനസിക പീഡനം നടത്തി ഈ പകൽ വെളിച്ചത്തിൽ പുല്ലുപോലെ ഇറങ്ങിപ്പോകാൻ കഴിയുമെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും അതേ മോദി പറയുന്നത് ആണ്. അതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തീർച്ചയായും അതെ, അയാൾക്ക് രാഷ്ട്രീയമായും മറ്റ് ഈ കലാ സാംസ്കാരിക സംഘടനാ നേതൃത്വമായും എല്ലാം തന്നെ ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് തന്നെയാണ് അയാൾ ചെയ്യുന്നത്. ഈ സത്യം മനസ്സിലാക്കാൻ, അതായത് ഇങ്ങനെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു ഈ സമൂഹത്തിന്. കാരണം 15 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ ഹോട്ടലിൽ സ്കൂളിൻ്റെ പരിസരത്ത് നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു ഹോട്ടലിൽ നിന്ന്. അതിനുശേഷം തൻ്റെ ഓട്ടോറിക്ഷയിൽ കൂട്ടിക്കൊണ്ടുപോയി ഇതേ വീട്ടിൽ, ഈ സംഭവം മരണം നടന്ന അതേ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ ആഴ്ച ഒരു 15 വയസ്സുകാരനെ പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ച കേസിൽ തെളിവ് സഹിതം അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പെൺകുട്ടി പറയുന്ന കാര്യം സത്യമാണ് എന്ന ഒരു തോന്നലെങ്കിലും ഈ ആൾക്കാർക്കെല്ലാം തന്നെ വന്നത്. കാരണം അതിന് തെളിവുകളുണ്ട്. ഈ ഓട്ടോറിക്ഷയിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. ഈ കുട്ടിയുടെ 15 വയസ്സുകാരൻ്റെ മൊഴിയുണ്ട്. ഇതെല്ലാം ചേർത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പീഡിപ്പിച്ച വിവരം അച്ഛനും ഭാര്യയും അറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ പിന്നീട് വീണ്ടും ആ വീട്ടിൽ പീഡനം നടന്നത് കാണുകയോ മറ്റോ ചെയ്ത സാഹചര്യത്തിലാണ് ഈ ആളുടെ മകനും ഭാര്യയും അവരുടെ മകനും ആത്മഹത്യ ചെയ്യുന്നത്, ഈ കുഞ്ഞുങ്ങളെയും കൊന്നിട്ട്. അപ്പോൾ എത്രമാത്രം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഓർക്കാൻ പോലും വയ്യ. തീർച്ചയായിട്ടും വല്ലാതെ ഞെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. നമ്മുടെ പ്രേക്ഷകർ പലരും അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നീചമായും ക്രൂരമായും പലതും നമ്മുടെ ചുറ്റുപാടും നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് തന്നെ വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. CK വിജയൻ, ഇനിയെങ്കിലും ഈ യുവതിക്ക് വേണ്ട നീതി, അല്ലെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനം. അവരെ ഒന്ന് വിശദമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അതാണിപ്പോൾ അവർ അർഹിക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ? അവർ പറഞ്ഞ ഈ വാർത്ത റെക്കോർഡ് ചെയ്യുന്നതിൽ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ കല്യാണം കഴിക്കുന്ന അവരെ പെണ്ണ് എങ്ങനെയാണ് ഇവർ തമ്മിൽ ഈ മരിച്ചുപോയ അവരുടെ ഭർത്താവും ഇവരും തമ്മിൽ കല്യാണം നടക്കുന്നതെന്ന്. ഈ 2 കുടുംബങ്ങളും, അതായത് ഭർത്താവിൻ്റെ കുടുംബവും ഇവരുടെ കുടുംബവും 2 തലമുറ മുന്നേ പരിശോധിച്ചാൽ ഇവരുടെ ഗ്രാൻഡ് ഫാദേഴ്സ് എല്ലാം തന്നെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു കള്ളുകുടി സദസ്സിൽ വെച്ചാണ് അവർ പറയുന്ന ഒരു വാക്കതാണ്, ഒരു കള്ളുകുടി സദസ്സിൽ വെച്ചാണ് എൻ്റെ കല്യാണം നിശ്ചയിക്കപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഏതോ സാഹചര്യത്തിൽ അവർ അങ്ങനെ ഇയാളുടെ ഭാര്യയാവുന്നു. നിർബന്ധത്തിന് വഴങ്ങി, പലതവണ നിർബന്ധത്തിന് വഴങ്ങി. ഇവർ നർത്തകിയാണ്, ഇവർക്ക് നൃത്തം ചെയ്യാനും അതിനൊക്കെയാണ് അവരുടെ ആഗ്രഹം. അവർ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉള്ള ലേഡിയാണ്. 19ാമത്തെ വയസ്സിലാണ് അവരെ കല്യാണം കഴിക്കുന്നത്. 11 വയസ്സിൻ്റെ വ്യത്യാസം ഭർത്താവുമായി പ്രായം കൊണ്ടുണ്ട്. അയാൾ അവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പാചക വിദഗ്ധനാണ്, കാറ്ററിംഗ് നടത്തുന്ന ആളാണ്. ഇവർ പറയുന്നത് 300 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങൾ എന്നെ കൊണ്ട് കഴുകിക്കും എന്നാണ്. നമുക്കത് ആലോചിക്കാൻ പറ്റുമോ? കൈ ഒടിച്ചതിൻ്റെ ദൃശ്യം അവർ കാണിക്കുന്നുണ്ട്. കൈക്ക് പരിക്കേറ്റത്, മുടിയിൽ കുത്തിപ്പിടിച്ച് മുറിയിൽ വാതിലടച്ച് പൂട്ടി മർദ്ദിച്ചത് എല്ലാം ഈ ഭർത്താവിൻ്റെ അമ്മ, ഭർത്താവിൻ്റെ അച്ഛൻ ഇവരെല്ലാം തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് ഈ യുവതി പറയുന്നുണ്ട്. ശരി, CK വിജയൻ, വല്ലാതെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഗുരുതര വെളിപ്പെടുത്തലാണ് ഈ യുവതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും മാതൃഭൂമി ന്യൂസിന് CK വിജയന് നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി ഒരു മനുഷ്യനായിരുന്നു കൊണ്ട് ആ യുവതിയെ കേൾക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു അഭിനന്ദനം കൂടി ഞാൻ അർപ്പിക്കുകയാണ് ഈ സമയത്ത്. കാരണം ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ചെന്നുപെട്ട ഒരു യുവതിയെ കേൾക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ നിമിഷം വരെ അവരെ അനുകമ്പയോടെ, സഹാനുഭൂതിയോടെ ഒരാളും കേട്ടിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. സംസാരത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരുപാട് ഘട്ടങ്ങളിൽ അവർ പൊട്ടിക്കരഞ്ഞു പോകുന്നുണ്ട്. നഷ്ടപ്പെട്ടത് 2 കുഞ്ഞുങ്ങളാണ്, ഭർത്താവിൻ്റെ അമ്മയാണ്. അതിലൊക്കെ അപ്പുറം ആ 2 കുഞ്ഞുങ്ങളുടെ കാര്യം, കൊടിയ പീഡനത്തിന് ഇരയായിരുന്നു ആ കുഞ്ഞു മകളെന്നതാണ്. ആ മകളെയും കൊണ്ട് ചുറ്റാത്ത നാടുകളില്ല, ചെന്നെത്താത്ത വാതിലുകളില്ല. എല്ലാ സ്ഥലങ്ങളിലും പോയി ഇവരുടെ ദുരവസ്ഥ പറഞ്ഞു, പീഡനത്തിന് ഇരയായി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയൊക്കെ തിരസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഒരാൾ പോലും സഹായത്തിനുണ്ടായില്ല ഈ യുവതിക്ക് എന്നത് തികച്ചും ദുഃഖകരമാണ്. ഈ ഘട്ടത്തിൽ നെഞ്ചുപൊട്ടി അവർ വെളിപ്പെടുത്തുകയാണ് ഈ കാര്യങ്ങൾ. ഈ മരണം അതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. വളരെ ശക്തമായ ഇടപെടലുകൾ അയാൾക്ക് വേണ്ടി, ഈ പോക്സോ കേസിൽ ഇപ്പോൾ അഴിക്കുള്ളിൽ കഴിയുന്ന അയാൾക്ക് വേണ്ടി പലരും നടത്തിയിട്ടുണ്ട് എങ്കിൽ
നേരത്തെ CK വിജയൻ സൂചിപ്പിച്ചതാണ്. രാഷ്ട്രീയപരമായും ഉന്നത നിലയിലുള്ള പലരുമായും ബന്ധമുള്ളതാണ്, സാംസ്കാരികമായി പല ഇടപെടലുകളും നടത്തുന്ന ഒരു നാട്ടിൽ നിന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ ഔന്നത്യത്തിൽ നിൽക്കുന്ന, പ്രബുദ്ധതയുടെ മുകളിൽ നിൽക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ ആരും കേൾക്കാതെ പോയി? ഇപ്പോൾ വീണ്ടും ഇതേ ഒരു സംഭവത്തിൽ അയാൾ ജയിലിനുള്ളിലേക്ക്, അഴിക്കുള്ളിലേക്ക് ആകുമ്പോഴെങ്കിലും ഈ പെൺകുട്ടിയെ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? ആരാണ് ആ കുഞ്ഞിനോട് സംസാരിക്കാനായി ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞ് എത്തിയത്? ഒരു ഐഡന്റിറ്റി കാർഡ് പോലും കാണിക്കാനില്ലാതെ, പേരുവോ വിവരങ്ങളോ ഒന്നും വെളിപ്പെടുത്താതെ ആരാണ് വന്നത്? പിന്നീട് അങ്ങോട്ട് പീഡനത്തിനിരയായ ആ കുഞ്ഞ് മാനസിക സമ്മർദ്ദത്തിലായിപ്പോയി, കടുത്ത ആഘാതത്തിലായിപ്പോയി എങ്കിൽ എന്താണ് ആ മുറിക്കുള്ളിൽ ഉണ്ടായത്? ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? നമ്മൾ മലയാളികൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായും വൈകാരികമായും ഇടപെടുന്ന മനുഷ്യരാണ്. എന്തുകൊണ്ട് അതുണ്ടായില്ല? ഇതൊരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ സമൂഹത്തിൽ അവശേഷിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക നമ്മളെല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് അഭ്യർത്ഥനയായി ഇത് മുന്നോട്ട് വയ്ക്കുന്നു. അധികൃതരുടെ മുന്നിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. ഒരു അന്വേഷണവും നടപടിയും ശിക്ഷയും ഉണ്ടാവേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആര് എന്നത് കൃത്യമായി കണ്ടെത്തണം. ആരൊക്കെ സഹായം നൽകി എന്നത്. CK വിജയനാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത്. CK വിജയനാണ് ആ യുവതിയോട് സംസാരിക്കുകയും ചെയ്തത്. എന്തുകൊണ്ട് ഈ പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് നിരവധി പേർ നമ്മുടെ സമൂഹ മാധ്യമത്തിലടക്കം വന്ന് ചോദിക്കുന്നുണ്ട്, യൂട്യൂബ് ലൈവിൽ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമാണ് ഞാൻ ഏറ്റവും തുടക്കത്തിൽ നിങ്ങളോട് പങ്കുവച്ചത്. ഇതൊരു പോക്സോ കേസാണ്. അതുകൊണ്ട് തന്നെ ഈ പേരും വിവരങ്ങളും വെളിപ്പെടുത്തുന്നത് വഴി ഈ പീഡനമേറ്റ മരണപ്പെട്ടുപോയ കുഞ്ഞിലേക്കും ഈ പെൺകുട്ടിയിലേക്കും ഈ യുവതിയിലേക്കുമൊക്കെ എത്താൻ എളുപ്പത്തിൽ ആളുകൾക്ക് കഴിയും എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത്. പേരോ അയാളുടെ ചിത്രമോ വെളിപ്പെടുത്താത്തത്. ഒരു തരത്തിലുള്ള അനുകമ്പയോ ഒരു തരത്തിലുള്ള അനുഭാവമോ അയാളോടുണ്ടായിട്ടല്ല. പകരം ആ ജീവിച്ചിരിക്കുന്ന യുവതിയോട് കാണിക്കേണ്ട ഒരു നീതിയുണ്ട്. ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കാണിക്കേണ്ട ഒരു നീതിയും ധർമ്മവും ഉണ്ട് എന്നതുകൊണ്ടാണ്.